ഹായ് ഓൾ, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 50 എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അത് പ്യൂൺ അറ്റൻഡർ എക്സാമിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ പ്യൂൺ അറ്റൻഡർ എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കുറച്ച് മുമ്പ് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു, അതായത് LGSൻ്റെ ഇതുവരെയുള്ള കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരുന്നു. അപ്പോൾ LGSന് ഇനി 9 ദിവസമേ ഉള്ളൂ. LGS അല്ല, പ്യൂൺ അറ്റൻഡർ എക്സാമിന് ഇനി 9 ദിവസമേ ഉള്ളൂ. ആ 9 ദിവസത്തിൽ എങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു 50 ക്വസ്റ്റ്യൻസ് ഞാൻ തരികയാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? സ്വതന്ത്ര ഇന്ത്യയുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരൻ മഹാത്മാഗാന്ധിയാണ്. 1948 ഓഗസ്റ്റ് 15-നാണ് അദ്ദേഹം ഇന്ത്യയുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ച കൃതി ഏതാണ്? ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ച കൃതിയാണ് നവമഞ്ജരി. പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം നേടിയത് ആരാണ്? സുഗതകുമാരിക്കാണ് ആദ്യമായിട്ട് പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം ലഭിച്ചത്. 2013-ലായിരുന്നു അത്. സസ്യങ്ങളുടെ ഉൽപ്പത്തിയും വികാസവും സംബന്ധിച്ച ശാസ്ത്രീയ പഠനം. സസ്യങ്ങളുടെ ഉൽപ്പത്തിയും വികാസവും സംബന്ധിച്ച ശാസ്ത്രീയ പഠനമാണ് ഫൈറ്റോളജി. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വെള്ളാനിക്കര. തൃശ്ശൂരുള്ള വെള്ളാനിക്കരയാണ് കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം. ലോകസഭയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കറാണ് M. അനന്തശയനം അയ്യങ്കാർ. ശാന്തസമുദ്രത്തിലെ ഈസ്റ്റർ ദ്വീപ് ഏത് രാജ്യത്തിൻ്റെ നിയന്ത്രണത്തിലാണ്? ഈസ്റ്റർ ദ്വീപ് ശാന്തസമുദ്രത്തിൽ, അത് ചിലി എന്ന രാജ്യത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. തച്ചോളി ഒതേനൻ്റെ ജന്മസ്ഥലം വടകരയാണ്. തച്ചോളി ഒതേനൻ്റെ ജന്മസ്ഥലം. പക്ഷാഘാതത്തിനുള്ള കാരണങ്ങൾ സെറിബ്രൽ ത്രോംബോസിസ് ആൻഡ് സെറിബ്രൽ ഹെമറേജ്. സെറിബ്രൽ ത്രോംബോസിസും സെറിബ്രൽ ഹെമറേജുമാണ്. മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള എന്നീ നദികൾ സംഗമിക്കുന്നത് എവിടെ? മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള എന്നീ നദികൾ സംഗമിക്കുന്നത് മൂന്നാറാണ്. ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഫ്രാൻസ് ഭരിച്ചിരുന്ന രാജാവ് ആര്? ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഫ്രാൻസ് ഭരിച്ചിരുന്നത് ലൂയി 16-നാണ്. റോസ് ബംഗാൾ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റോസ് ബംഗാൾ ടെസ്റ്റ് മാലക്കണ്ണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വെള്ളക്കടുവകൾക്ക് പ്രസിദ്ധമായ നന്ദൻകാനൻ മൃഗശാല. വെള്ളക്കടുവകൾക്ക് പ്രസിദ്ധമായ വൈറ്റ് ടൈഗേഴ്സിന് പ്രസിദ്ധമായ നന്ദൻകാനൻ മൃഗശാല എവിടെയാണ്? ഭുവനേശ്വരാണ്. ഒഡീഷയിലാണ് ഭുവനേശ്വർ. ബാറ്ററി കണ്ടുപിടിച്ചത് അലക്സാൻഡ്ര വോൾട്ടയാണ് ബാറ്ററി കണ്ടെത്തിയത്. ഉപഭോക്തൃദിനം അല്ലെങ്കിൽ കൺസ്യൂമർ ഡേ എന്ന് പറയുന്നത് മാർച്ച് 15. കുലശേഖര ആൾവാറിന് ശേഷം അധികാരമേറ്റത് രാജശേഖര വർമ്മൻ. എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ആസ്ഥാനം കൊച്ചി. ത്രിവേണി ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്താണ്? അരി. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിച്ചത് ക്യാപ്റ്റൻ മോഹൻ സിംഗും റാഷ് ബിഹാരി ബോസും. 1942-ലാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിച്ചത്. ചെഷയർ ഹോം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ലോക പൗരാവകാശ ദിനം നവംബർ 19. കന്നഡ ഭാഷയ്ക്ക് ക്ലാസിക്കൽ പദവി ലഭിച്ചത് 2008-ലാണ്. കന്നഡ ഭാഷയ്ക്ക് ക്ലാസിക്കൽ പദവി ലഭിച്ചത് 2008. പറക്കും കുറുക്കൻ എന്നറിയപ്പെടുന്നത് വവ്വാലാണ്. പറക്കും കുറുക്കൻ എന്ന് അറിയപ്പെടുന്നത്. പത്താമത്തെയും അവസാനത്തെയും സിഖ് ഗുരുവാണ് ഗുരു ഗോവിന്ദ് സിംഗ്. ലോകത്തിലെ ഏറ്റവും വലിയ ഹോക്കി മേള നടക്കുന്ന സ്ഥലം കുടകിലാണ് ഏറ്റവും വലിയ ഹോക്കി മേള. വിഷാദത്തിൻ്റെ കഥാകാരി എന്നറിയപ്പെടുന്നത് രാജലക്ഷ്മി. ദൂരദർശൻ വാണിജ്യ അടിസ്ഥാനത്തിൽ സംപ്രേഷണം ആരംഭിച്ച വർഷം 1986-ലാണ്. 1986. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ IPS ഓഫീസറാണ് കിരൺ ബേദി. കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് കബനി, വയനാടുള്ള കബനിയിലാണ്. ഇന്ത്യയിലെ ആകെ പോസ്റ്റൽ സോണുകളുടെ എണ്ണം. ഇന്ത്യയിൽ ആകെ 9 പോസ്റ്റൽ സോണുകളാണുള്ളത്.
ഇന്റർനാഷണൽ പെപ്പർ എക്സ്ചേഞ്ചിന്റെ ആസ്ഥാനം ഇന്റർനാഷണൽ പെപ്പർ എക്സ്ചേഞ്ച് കൊച്ചിയിലാണ്. വീര കേരള പ്രശസ്തി അത് എഴുതിയത് ആരാണ്? മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയാണ് വീര കേരള പ്രശസ്തി എഴുതിയത്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിംഗ് സംസ്ഥാനം കേരളം. മരുഭൂമി മരുവൽക്കരണ നിരോധന ദശകമായി ഐക്യരാഷ്ട്രസഭ ആചരിച്ചത് ഏതു 10 വർഷമാണ്? 2010 മുതൽ 2020 വരെ. ഹര്യങ്ക വംശസ്ഥാപകൻ ബിംബിസാരൻ. പോപ്പിന്റെ നഗരം റോം. നർമ്മദ സരോവർ പദ്ധതിക്കെതിരെ മേധാ പട്കറുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട സംഘടന നർമ്മദ ബച്ചാവോ ആന്തോളൻ. കേരളത്തിലെ ആദ്യ ഭൂചലന മുന്നറിയിപ്പ് കേന്ദ്രം പണി കഴിപ്പിച്ചത് മൂന്നാറിലെ അന്തോണി ഗ്രാമത്തിൽ. കേരള ഹെമിംഗ്വേ എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ നായർ. ജോർദാന്റെ നാണയം ജോർദാൻ ദിനാർ. നവവിധാൻ സ്ഥാപകൻ കേശവ ചന്ദ്ര സെൻ. ചന്ദ്രഗിരി പുഴയുടെ പ്രധാന പോഷക നദി പയസ്വിനി പുഴ. ചന്ദ്രഗിരി പുഴയുടെ പ്രധാന പോഷക നദിയാണ് പയസ്വിനി. 7 കടലും 5 ഭൂഖണ്ഡങ്ങളും നീന്തിക്കടന്ന ഇന്ത്യൻ വനിത ബുലാ ചൗധരി. അവര് ജലറാണി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 7 കടലും 5 ഭൂഖണ്ഡങ്ങളും നീന്തിക്കടന്നു. അരിപ്പ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. കുമാരനാശാൻ മ്യൂസിയം തോന്നയ്ക്കൽ. സിസ്മി ഏത് രഹസ്യാന്വേഷണ ഏജൻസിയാണ്? ഇറ്റലിയുടെ രഹസ്യാന്വേഷണ ഏജൻസിയാണ്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ വനിത മീരാഭായ്. നേതാജിയുടെ തിരോധാനം അന്വേഷിച്ച ഏകാംഗ കമ്മീഷൻ മുഖർജി കമ്മീഷൻ. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത്. ഏറ്റവും കൂടുതൽ കാലം നിയമസഭാ സ്പീക്കർ ആയിരുന്ന വ്യക്തി വക്കം പുരുഷോത്തമനാണ് ഏറ്റവും കൂടുതൽ കാലം നിയമസഭാ സ്പീക്കർ ആയിരുന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരനാണ് മഹാത്മാഗാന്ധി. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ച കൃതിയാണ് നവമഞ്ജരി. പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം നേടിയത് സുഗതകുമാരി 2013. സസ്യങ്ങളുടെ ഉൽപ്പത്തിയും വികാസവും സംബന്ധിച്ച ശാസ്ത്രീയ പഠനം ഫൈറ്റോളജി. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വെള്ളാനിക്കര, തൃശ്ശൂരുള്ള വെള്ളാനിക്കര. ലോകസഭയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ M അനന്തശയനം അയ്യങ്കാർ. ശാന്തസമുദ്രത്തിലെ ഈസ്റ്റർ ദ്വീപ് ഏത് രാജ്യത്തിന്റെ നിയന്ത്രണത്തിൽ? ചിലിയുടെ നിയന്ത്രണത്തിൽ. തച്ചോളി ഒതേനന്റെ ജന്മസ്ഥലം വടകര. പക്ഷാഘാതത്തിനുള്ള കാരണങ്ങൾ സെറിബ്രൽ ത്രോംബോസിസ് ആൻഡ് സെറിബ്രൽ ഹെമറേജ്. മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള എന്നീ നദികൾ സംഗമിക്കുന്നത് മൂന്നാർ. ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഫ്രാൻസ് ഭരിച്ചിരുന്ന രാജാവ് ലൂയി 16. റോസ് ബംഗാൾ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മാലക്കണ്ണ്. വെള്ളക്കടുവകൾക്ക് പ്രസിദ്ധമായ നന്ദൻകാനൻ മൃഗശാല ഭുവനേശ്വർ. ബാറ്ററി കണ്ടുപിടിച്ചത് അലക്സാൻഡ്രോ വോൾട്ട. ഉപഭോക്തൃ ദിനം മാർച്ച് 15. കുലശേഖര ആൾവാറിന് ശേഷം അധികാരമേറ്റത് രാജശേഖര വർമ്മൻ. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ആസ്ഥാനം കൊച്ചി. ത്രിവേണി ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്താണ്? അരി. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിച്ചത് ക്യാപ്റ്റൻ മോഹൻ സിംഗും റാഷ് ബിഹാരി ബോസും. ഷെയർ ഹോം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. ലോക പൗരാവകാശ ദിനം നവംബർ 19. കന്നഡ ഭാഷയ്ക്ക് ക്ലാസിക്കൽ പദവി ലഭിച്ച വർഷം 2008. പറക്കും കുറുക്കൻ എന്നറിയപ്പെടുന്നത് വവ്വാൽ. 10ാമത്തെയും അവസാനത്തെയും സിഖ് ഗുരു ഗോവിന്ദ് സിംഗ്. ലോകത്തിലെ ഏറ്റവും വലിയ ഹോക്കി മേള നടക്കുന്ന സ്ഥലം കുടക്. വിഷാദത്തിന്റെ കഥാകാരി രാജലക്ഷ്മി. ദൂരദർശൻ വാണിജ്യാടിസ്ഥാനത്തിൽ സംപ്രേഷണം ആരംഭിച്ചത് 1986. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ IPS ഓഫീസർ കിരൺ ബേദി. കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി കബനി. ഇന്ത്യയിലെ ആദ്യത്തെ IPS ഓഫീസർ കിരൺ ബേദിയാണ്. കേരളത്തിലേത് ശ്രീലേഖ IPS ആണ്. ഇന്റർനാഷണൽ പെപ്പർ എക്സ്ചേഞ്ച് കൊച്ചിയിലാണ്. വീരകേരള പ്രശസ്തി മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയാണ് എഴുതിയത്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് സംസ്ഥാനം കേരളം. മരുഭൂമി മരുവൽക്കരണ നിരോധന ദശകം 2010 മുതൽ 2020 വരെ. ഹര്യങ്ക വംശസ്ഥാപകൻ ബിംബിസാരൻ. പോപ്പിന്റെ നഗരം റോം.
നർമ്മദ സരോവർ പദ്ധതിക്കെതിരെ മേധ പട്കറുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ടത് നർമ്മദ ബച്ചാവോ ആന്തോളൻ. നർമ്മദ സരോവർ പദ്ധതിക്കെതിരെ. കേരളത്തിലെ ആദ്യത്തെ ഭൂചലന മുന്നറിയിപ്പ് കേന്ദ്രം മൂന്നാറിലെ അന്തോണി ഗ്രാമത്തിൽ. കേരള ഹെമിംവേ MT വാസുദേവൻ നായർ. സോ ഇത്രയും കൊണ്ട് ഈ ഒരു ലെസൺ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ലെസൺ. നിങ്ങൾക്ക് നോട്ട്സ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് bibimohan.com എന്ന ബ്ലോഗ് സന്ദർശിക്കാം. സ്റ്റഡി മെറ്റീരിയൽസ് ഡൗൺലോഡ് ചെയ്യാം. ഈ 50 എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസും അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.